ചിക്കൻ മഹാറാണി. ഈ പേര് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു രസമുള്ള ഒരു പേര് തന്നെ അല്ലേ? നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ. 1 കിലോ ചിക്കൻ ഇപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കൊട്ടയ്ക്കകത്തോട്ട് കോരി അങ്ങോട്ട് ഇടും. ഒരു കടായി അങ്ങോട്ട് വെക്കുക, കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ അരിഞ്ഞ് വെച്ചെങ്കിൽ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാർത്തെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ കളയണ്ട, നമ്മൾ കറി വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഒരു പാൻ അങ്ങോട്ട് എടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ജീരകം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെരുംജീരകം, കുരുമുളക്, ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവാപ്പട്ട. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ തീട്ട് കൊടുക്കുക. മല്ലിയൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഈ മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. ഇതൊക്കെ പൊടിക്കുന്ന ആ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ചിക്കൻ അങ്ങോട്ട് എടുത്ത് ഇതേപോലെ ബൗളിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ മഹാറാണി എന്ന് സുന്ദരിയാക്കണം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റം എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ്. ഗരം മസാലപ്പൊടിയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. വേണം ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. സവോള വറുത്തതിൻ്റെയാണ്. 1 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നേരെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരപ്പൊടിങ്ങി എടുക്കാം. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ വെക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഇളക്കി. ഇനി അരപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. 15-20 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. വേണ്ട ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. സൂപ്പർ കറിയായത് കേട്ടോ. കാര്യം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ചാറോട് കൂടി നല്ലൊരു കറി.